ഹലോ, നമുക്കിന്നൊരു കൊഞ്ച് പെരട്ടുണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഞ്ചി ഇതായിട്ടുണ്ട്, നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഒരു 3 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി വലിപ്പമുള്ള, അതുകൂടെ ഇട്ട് കൊടുക്കാം. സവാള നല്ല വഴണ്ടിട്ടുണ്ട്. നമുക്കിതിൽ ഒരു 2 തക്കാളി, ഇച്ചിരി വലിയ 2 തക്കാളി, 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിട്ട് കൊടുക്കാം. കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികളിട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് പച്ചച്ചവ മാറിയിട്ടുണ്ട്. നമുക്കിതിൽ ഇനി കൊഞ്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഒന്ന് സെറ്റായി ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയാണേ. ഒരു 1/2 ഗ്ലാസ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലൊരു കാര്യം ഇടാൻ മറന്നുപോയി. എന്തെന്നറിയാമോ? ഉപ്പ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്ത മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് പെരട്ട് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.